ഇതൊക്കെ ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അത് പറയാൻ ആരും തയ്യാറുമില്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞു കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചാളി എന്ന് പറയാൻ. ഇപ്പോൾ ഖിയാമത്ത് നാൾ യൂറോപ്യൻസിൻ്റെ കണ്ണിലുണ്ട്. അവരതിനു വേണ്ടി ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, ലാസ്റ്റ് ഡേ ബങ്കറുകൾ ലോകത്തിൻ്റെ ഇഷ്ടം പോലെ രാജ്യങ്ങളുണ്ട്. യൂറോപ്പിൽ ഇഷ്ടമുണ്ട്, അമേരിക്കയുണ്ട് ലാസ്റ്റ് ഡേ ബങ്കറുകൾ. അതായത് ലോകാവസാനം വരികയാണെങ്കിൽ ബങ്കർക്ക് ഇറങ്ങി കുത്തിരിക്കുക. ഇഷ്ടം പോലെ ഉണ്ട് ലാസ്റ്റ് ഡേ ബങ്കറുകൾ. ഇപ്പം തന്നെ അവർ അവിടെ പോയി ഒന്ന് പരിശീലനം നടത്തുന്നുണ്ട്. മാസത്തിൽ 1-2 ദിവസം അടിയൊക്കെ ഇറങ്ങിയാണ്ട്. എന്തുകൊണ്ട്? ലോകാവസാനം വരികയാണെങ്കിൽ ഇറങ്ങി കുത്തിരും. ലാസ്റ്റ് ഡേ ബങ്കറുകൾ അമേരിക്കയിലുണ്ട്, യൂറോപ്പിൽ, ലോകത്തിന് നാനാ ഭാഗത്തുണ്ട് ലാസ്റ്റ് ഡേ ബങ്കർ. ഇതൊരു പിരാന്താണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാലും ലോകാവസാനം അടുത്ത് വരും, അതിൻ്റെ അടയാളമൊക്കെ കാണുന്നൊരു ചിന്ത ആയിട്ട് ഉണ്ടല്ലോ. അതെന്താണെങ്കിലും നമ്മൾ അടുത്ത കാലത്തൊന്നും ഖിയാമത്ത് വരൂല അങ്ങനെ പറയുന്നത്. നിങ്ങൾ മഹദിമാമ അടുത്ത ദിവസം വരാൻ സാധ്യതയുണ്ട് പറഞ്ഞാണ്ട് നിങ്ങളൊരു വയൽ പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ജനങ്ങൾക്ക് ബോധവാന്മാരാക്കാന്നൊരു കാര്യം ആ വയലുണ്ടല്ലോ, അതിനപ്പുറം ആൾ വിമർശിക്കും. അങ്ങനെ പറയാൻ പാടില്ല. ജനങ്ങളെ പേടിപ്പിക്കാൻ പാടില്ല. ജനങ്ങളെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് ഇവർ പറഞ്ഞത് എന്തിനാണെന്നറിയും? ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ അടയാളം പറയാം. നോക്കൂ നിങ്ങൾ. ലാ തഖും സഅ ഹത്താ യക്സുറൽ മാൽ വഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വഅൻഹാറാ. പൂന്തോപ്പുകളും തോട്ടങ്ങളും നദികളും അറബ് നാടിൽ വ്യാപകമാകാതെ ലോകാവസാനം സംഭവിക്കൂല. മുഹമ്മദ് മുസ്തഫ ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. എന്താ പറഞ്ഞത്? തോട്ടങ്ങളും ഖിയാമത്ത് നാൾ ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ മുമ്പ് ധനം അധികരിക്കും. പിന്നെ എന്തുണ്ടാകും? പിന്നെ എന്തുണ്ടാകും? ഹത്താ യഊദൽ അറബ്, അറബ് ലോകം പോകും. എങ്ങോട്ട് പോകും? മുറൂജൻ അൻഹാറ, തോട്ടങ്ങളും എന്തുമാകും? പുഴകൾ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ കനാലുള്ള നാട് സൗദി അറേബ്യ. വെള്ളക്കനാൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ വെള്ളക്കനാലുള്ള നാടാണ് സൗദി അറേബ്യ. ആയിരം അണക്കെട്ട് 2030 കൂടെ പൂർത്തിയാക്കുമെന്നാണ് സൗദി അറേബ്യ. 1000 അണക്കെട്ട്, പുതിയ 1000 അണക്കെട്ടുകൾ കൊണ്ടുവരും. പരിസ്ഥിതി, ജലം, കൃഷി മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം മഴവെള്ളം ശേഖരിക്കുന്നതിനായി 1000 പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ രാജ്യം പദ്ധതിയിടുന്നുണ്ട്. പ്രതിവർഷം 4 ദശലക്ഷം ക്യൂബിക് മീറ്റർ മഴവെള്ളം സംഭരിക്കുക. ഞങ്ങൾ നല്ല ഉഷാറിലിരിക്കാൻ ഞാൻ പറഞ്ഞുതരാം. 1980-കൾക്ക് ശേഷം ഡാമുകൾ പണിയുന്ന പ്രവർത്തനം ലോകം മുഴുവൻ നിർത്തിയിട്ടുണ്ട്. 1980-കൾക്ക് ശേഷം പുതിയ ഡാമുകൾ ലോകത്ത് വന്നിട്ടില്ല. കാരണം ലോകരാജ്യങ്ങളിലൊക്കെ എന്ത് കുറഞ്ഞു? വെള്ളം കുറഞ്ഞു. മനസ്സിലാണ് പറഞ്ഞത്? വെള്ളം കുറഞ്ഞു. അതേ സമയത്ത് അറബ് രാജ്യങ്ങളിൽ വെള്ളം എന്തുകൊണ്ട്? അറബ് നാടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വെള്ളം കിടക്കുന്നുണ്ട് അടിയിൽ. ഈ വെള്ളം പുറത്തു വരുന്ന നബിയെ പറഞ്ഞ് എവിടെ? ഏത് പെട്രോളിൻ്റെ കിണറാണെങ്കിലും അതിനടിയിൽ എന്തുണ്ടാവും? വെള്ളം. 3 സാധനമാണ് പെട്രോൾ ഖനിയിലുണ്ടാകുക. അടിയിൽ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. പ്രത്യേക വാട്ടർ. അതായത് ആ വാട്ടർ പുറത്തു വന്നാൽ അധികരിക്കും. അതായത് അത് ഫ്രീസ് ചെയ്ത് കിടക്കുന്ന വാട്ടറാണ്. എന്ന് മുതൽ ഭൂമി അള്ളാഹ് ഉണ്ടാക്കി അന്ന് മുതൽ. ഇങ്ങോട്ട് നോക്ക് 3 സാധനമാണ് എന്തിലുണ്ടാവുക? 3 സാധനം ഉണ്ടാകുക. 3 സാധനമാണ് ഈ ഒരു പെട്രോളിൻ്റെ ഒരു കിണർ പറഞ്ഞാൽ 3 സാധനം. അടിയിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. നല്ല വെള്ളം ഉണ്ടാവും. അതിൻ്റെ മുകളിൽ പെട്രോൾ, അതിൻ്റെ മുകളിൽ ഗ്യാസ്. വാട്ടർ, പെട്രോളിയം, ഗ്യാസ്. 3 സാധനമാണ് അതിലുണ്ടാവുക. മനസ്സിലാണോ പറഞ്ഞത്? ഗ്യാസിൻ്റെ തുളച്ചിട്ട് നേരെ പെട്രോളിയത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അപ്പം ഭയങ്കര അടിയിൽ വെള്ളമുള്ളതുകൊണ്ട് ഇതിന് ഭയങ്കര ഹൈ പ്രഷർ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് തുളക്കുമ്പോൾ തന്നെ എന്താവും? ചീറ്റും. ഭയങ്കര ഹൈ പ്രഷർ ഉണ്ടാവും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തുണ്ട്? ഉപയോഗിക്കാത്ത വെള്ളമുണ്ട്. എത്ര വെള്ളമെന്ന് കണക്കില്ല. ഭൂമിക്കടിയിൽ വെള്ളം ഉണ്ടായാലേ എന്തുണ്ടാകൂ? പെട്രോളിയം ഉണ്ടാകണമെങ്കിൽ പെട്രോളിയത്തിനടിയിൽ എന്തുണ്ടാവും? വെള്ളമില്ലാതെ പെട്രോളിയം അവിടെ നിലനിൽക്കൂല. വെള്ളം ഉണ്ടാകുന്ന ഇപ്പോൾ ഒരു ഏരിയയിലെ വെള്ളം എടുത്തിട്ട് വെള്ളം തീർന്നാൽ
ഇനി അവിടെ പെട്രോളിയത്തിന്റെ വെള്ളം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം പമ്പ് ചെയ്ത് അടിയൊക്കെ കയറ്റും. അപ്പോഴേ ഈ പെട്രോളിയത്തിന് പ്രഷർ കാരണം പുറത്തു വരുള്ളൂ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല? ഒരു സ്ഥലത്തെ പെട്രോളിയം കിണറിലെ അടിവെള്ളം തീർന്നു പോയാൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണ്? ആ കിണറിലേക്ക് എന്ത് ചെയ്യും? അടിയിലേക്ക് എന്ത് ചെയ്യും? വെള്ളം കയറ്റും. വെള്ളം കയറ്റിയിട്ടില്ലെങ്കിൽ എന്ത് കയറൂല? ഈ വെള്ളം അടിയിൽ നിൽക്കുന്ന പ്രഷർ കൊണ്ടാണ് എന്ത് കയറുക? പെട്രോളിയം കയറുക. ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് യൂഫ്രട്ടീസ് വറ്റുന്ന റസൂൽ പറഞ്ഞത്. യൂഫ്രട്ടീസ് വറ്റുമെന്ന റസൂൽ. എന്തുകൊണ്ട്? അതിന്റെ കരയിലൊക്കെ എന്ത് വരും? എണ്ണക്കിണറുകൾ വരും. എണ്ണക്കിണറിന് ഒരു കാലത്ത് എണ്ണക്കിണർ നേരിട്ട് വരും. ഇപ്പൊ എണ്ണക്കിണറിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? വെള്ളം പമ്പ് ചെയ്യണം. അല്ല എണ്ണ കയറൂല. കാരണം പ്രഷർ വേണം. ഇങ്ങനെയുള്ള വെള്ളം ഡാമി സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ മഴ കുറവാണ്, പക്ഷെ അവർക്ക് എന്തുണ്ട്? വെള്ളമുണ്ട്. സ്റ്റോറേജ് വെള്ളം, ഭൂമിക്കടിയിൽ വെള്ളം. ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇഷ്ടംപോലെ അവർക്ക് എന്തിന് കഴിയും? തോട്ടം ഉണ്ടാക്കാൻ കഴിയും. ഇഷ്ടംപോലെ തോട്ടം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു നാടാണ് സൗദി അറേബ്യ. ഞാൻ എൻ്റെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്, പുറത്തിറക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. എൻ്റെ അടിയിൽ കിടന്നു പോയതാണ് ഒരു പുസ്തകം. കൃഷി, അതായത് ഭയങ്കര സൗകര്യം, വല്ലാത്ത സൗകര്യമുള്ള കൃഷി. ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി നടത്തുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ന് ഇത്. 1000 ഡാമുകളാണ് ഈ പുതിയ കാലത്ത് അവരുണ്ടാക്കുന്നത്. 2030 ആകുമ്പോഴത്തേന് അവർ എത്ര പൂർത്തീകരിക്കും? 1000 പാറക്കുട്ടി എത്ര? 1000 ഡാം പൂർത്തീകരിക്കുമെന്ന അവരുടെ മന്ത്രാലയത്തിന്റെ, കൃഷി മന്ത്രാലയത്തിന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റ്മെന്റാണ് ഇപ്പൊ ഞാൻ ഈ വായിച്ചത്. 2030 ആകുമ്പോഴത്തേന് അവർ എന്ത് ചെയ്യും? 1000 ഡാം പൂർത്തീകരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡാം മക്കയിലാണ്. മക്കയിൽ ഡാമുണ്ട്. ഏതാണ് മക്ക? ഖുർആനിൽ മക്കയെ പറ്റി എന്താ പറഞ്ഞത്? ഒരു പുല്ല് മുളക്കാത്ത നാട്. അപ്പൊ നേച്ചറലായി അവിടെ എന്തില്ല? പുല്ലില്ല. എന്തുകൊണ്ട്? വെള്ളമില്ല. ഇന്ന് വലിയൊരു ഡാമാണ് എവിടെ? മക്കയിൽ വലിയ ഡാമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഡാമുണ്ട്. 1000 ഡാം. ഞങ്ങൾ 1980 ശേഷം ലോകരാജ്യങ്ങളിൽ എന്തിൽ പുതിയതായി ഉണ്ടാക്കിയിട്ടില്ല. പഴയ ഡാം നിലനിർത്താൻ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഡാമുകളിൽ വെള്ളമില്ല. അതേ സമയത്ത് ഒരു കാലത്ത് ഡാമോ വെള്ളോ ഇല്ലാത്ത നാട്ടിൽ ഇപ്പൊ എന്തു വന്നു? ഡാം. അത് ഒരു രാജ്യം 1000 ഡാം പൂർത്തിയാക്കാറിനാൽ നമ്മളെ രാജ്യത്തോലും 1000 ഡാമില്ല. ഇന്ത്യ എന്ന ഇത്ര വിശാലമായ കൃഷി ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത് 1000 ഡാമില്ല. അവർ 2030 ആകുമ്പോഴത്തേന് എത്ര പൂർത്തിയാക്കും? 1000 ഡാം. 980 ശേഷം ഇന്ത്യയിൽ പുതിയ ഡാം ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? വെള്ളത്തിന്റെ കമ്മി. അതേ സമയത്ത് അവർ 2030 ഇപ്പൊ ഡാമിന്റെ പണി തകൃതിയായി നടക്കുക. അവിടുന്നൊക്കെ കനാലുകൾ എങ്ങോട്ട്? മരുഭൂമിയിലേക്ക്. എന്തിന്? കൃഷിക്ക്. ഇത് ഉറഞ്ഞു കിടക്കണ വെള്ളമാണ്. ആ വെള്ളം പുറത്തേക്ക് വന്നാൽ ഇതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടല്ലോ. പെട്രോൾ നിങ്ങൾ എടുക്കുന്നു, അല്ലാതെ ഈ വെള്ളം പുറത്തു വരില്ലല്ലോ. ഈ വെള്ളം ഏത് വെള്ളമാണ്? ഇത് ഏത് വെള്ളമാണ്? ആ പെട്രോളിന്റെ അടി കിടക്കുന്ന വെള്ളാണിത്. ആ വെള്ളം ഇപ്പൊ അവർക്ക് യഥേഷ്ടാണ്. ആ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമായ ഡാമുകളുണ്ട്. പിന്നെ അതിൽ മഴവെള്ളം സംഭരിക്കും. അങ്ങനത്തെ ഡാമുകൾ മക്കയിലുണ്ട്. ഏത് മക്കയിൽ? ഒരു കൃഷിക്ക് പറ്റാത്തത്. ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ഒരു കൃഷി ഇല്ലാത്തത്. എന്തുകൊണ്ട്? എന്തില്ല? കൃഷി ഇല്ലാത്ത നാട്. ഇപ്പൊ അവിടെ ലോകത്തെ ഏറ്റവും വലിയ കൃഷിയാണ് വരുന്നത്. അപ്പൊ അറബ് രാജ്യങ്ങൾ തോട്ടങ്ങളും പുഴകളുമായി, പുഴ പോലത്തെ കനാലാണ്. എന്തിലൂടെ? മരുഭൂമിയിലൂടെ. പുഴ പോലത്തെ കനാലുകൾ ഇഷ്ടം പോലെ. മനസ്സിലാവേണ്ട പറഞ്ഞത്. അത് അഭിമാനമായിട്ടാണ് അവർ പറയുന്നത്. ഇത് എന്തിന്റെ അടയാളം? ഖിയാമത്ത് നാൾ. അറബ് രാജ്യങ്ങൾ മുറൂജൻ അൻഹാറൻ, തോട്ടങ്ങളും പുഴകളുമാകാതെ അന്ത്യനാൾ സംഭവിക്കൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയും. സമയമായി ചിന്തിക്കണം. അപ്പൊ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്തെന്നാൽ, ഞങ്ങൾക്ക് പറയാനുള്ള കാരണം നീട്ടുന്നില്ല. ഞാനിത് പറയാനുള്ള കാരണം നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെന്തിനാ പറഞ്ഞത്? ഇതിനൊക്കെ വലിയ വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ ചിന്തിക്കണ സമയമായി. ഇതുവരെ വ്യാഖ്യാനത്തിലായിരുന്നു ലോകാവസാനം. ഇനി വ്യാഖ്യാനത്തിലല്ല. ഇനി വളരെ കൃത്യം 2100 ഇനി ഒരു 100 വർഷം തികക്കാൻ മാനവരാശിക്ക് കഴിയൂല എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അവസാനത്തെ. ഇന്നലെ മറ്റേ ഞങ്ങളോട് പറഞ്ഞല്ലോ, 100 കൊല്ലം തേക്കാൻ കഴിയുമോ മനുഷ്യരാശിക്ക്? ഈ ഭൂലോകത്തിന് 100 ലോകം, ഈ 100 വർഷം ഭൂലോകത്തിന് തേക്കാൻ കഴിയില്ല.
അതാണ് ആസ്ട്രോണമിയിലെ ഏറ്റവും വലിയ ജീനിയസ് അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ. ഒരു 100 കൊല്ലം ഇനി ഭൂലോകത്തിന് നിലനിൽക്കാൻ കഴിയൂല എന്നാണ്. അപ്പൊ അതിന്റെ അടയാളം വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഖിയാമത്ത് നാളിന്, അപ്പൊ ഞാൻ നിങ്ങൾ നോക്കി യഖ്റുജു ഫി ആഖിരി സമാൻ, ഞാൻ വേറെ അടയാളം പറഞ്ഞു, 2 അടയാളങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. യഖ്റുജു ഫി ആഖിരി സമാനി, ആഖിർ സമാനിൽ ഉണ്ടാകും എന്ത്? ആഖിർ സമാനിൽ ഉണ്ടാകും ചില ആളുകൾ യഖ്തലൂന ദുനിയ ബിദ്ദീൻ, അവർ ദീന് വെച്ച് ദുനിയാവിനെ നേടും. യൽബസൂന ലിന്നാസി അവര് ആട്ടിൻ തോലണിഞ്ഞ ആളുകളായിരിക്കും. ആട്ടിന്റെ തോലണിഞ്ഞിട്ട് ജനങ്ങളടിക്ക് ഇറങ്ങും. അതായത് അവര് അടിസ്ഥാനം എന്തായിരിക്കും? ചെന്നായ. അവരെന്തിന്റെ തോലണിയും? റസൂൽ പറയാനത് ആട്ടിന്റെ തോലണിയും ഈ ജനത. എന്നിട്ട് അവർ എന്ത് നല്ല അൽസിനത്തും, അവരെ നാവ് അഹ്ലാമിനെ സുക്കരി, സുക്കറിനേക്കാൾ മധുരം ഉണ്ടാവും. അതായത് ഒരു വർത്താനം നമ്മൾ കേട്ട് നിന്നു, അജാതി വർത്താനങ്ങൾ, വർത്താനപ്പല് വലിയ ഇഷ്ടമാണല്ലോ വർത്താനം. ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ശാസ്ത്രം ഉണ്ടല്ലോ, ശാസ്ത്രശാഖ എന്താണത്? ഡെവലപ്മെന്റ് കോഴ്സ്. എന്താ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഓ അല്ലാത്ത പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതായത് എന്നെ ഞാൻ വർത്താനം പറഞ്ഞിട്ട് വലിയതാക്കി തരിക. എങ്ങനെയെങ്കിലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതിൽ വലിയൊരു ശതമാനം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടത്തുന്നത് മൂല്യമാരാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ നല്ല ശതമാനം. എന്താ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറയുന്നത്? നീ ഉയരും, നീ വലുതാവും, നീ നേടും, നീ ലോകം കീഴടക്കും, നീ അങ്ങനെയാവും, ഇങ്ങനെ നിനക്ക് സ്കിൽസ് ഉണ്ട്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇവിടെ ചക്രവർത്തിയാവും, ഭയങ്കരമാവും, മൾട്ടി മില്യണറാവും, അങ്ങനെയാവും. മൂല്യര ബാധ്യത എന്താ? ഒന്നും ആണ്ട, അടിയിൽ പോയിക്കോ, മനസ്സിലായില്ല? അടിയിൽ കൊയ്ക്കോ എന്നാ അവിടെ നേടാ. ഇവിടെ പൊന്തിനനുസരിച്ച് അവിടെ നമുക്ക് നഷ്ടപ്പെടും. ഇത് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ കൂട്ടരെ പേരാണല്ലോ എന്ത്? മൂല്യന്മാർ. ഓരോ പണി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരാൾ ദുനിയാവിൽ വലുതാവിനനുസരിച്ച് ഓനെ പറഞ്ഞ് ചെറുതാക്കുക, വല്ലാതെ തുള്ളണ്ട, വല്ലാതെ വലാത്തംശിഫിൽ അർളി മറഅ, അഹങ്കരിച്ച് നടക്കണ്ട. അല്ലേ? അങ്ങനെയല്ലേ? അടിക്കടിക്കാക്കുക, ഇത് മേലെ മേലക്കാക്കുക. നാവ് അഹ്ലാമിനൽ അസരി, തേനിനേക്കാൾ മധുരം ഉണ്ടാവും. നല്ല തേനിനേക്കാൾ മധുരമുള്ള വർത്താനം ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. പഴയ കാലത്ത് ഒരാൾ ദർസിലേക്കോ മറ്റോ ഒരാൾ ക്ഷണിക്കുകയാണെങ്കിൽ എന്താ പറയുക? ഇതാ ഈ കോളേജിൽ പഠിച്ചതാണ് ഷെയ്ഖ്ന ശംസുൽ ഉലമ, ഈ ദർസ് പഠിച്ചതാണ് ബഹുമാനപ്പെട്ട ഖുത്ബി, ഈ ദർസ് പഠിച്ചതാണ് എന്ത്? ഞങ്ങളെ കോളേജിൽ പഠിച്ചതാണ് ഖുത്ബി, ഈ ദർസിലാണ് പിന്നെ ശംസുൽ ഉലമ പഠിച്ച്, ഇവിടെയാണ് മമ്പർത്തെ തങ്ങൾ പാപ്പാൻ്റെ പേരക്കുട്ടി പഠിച്ച്. ഇതൊക്കെയാണ് പരസ്യത്തിൽ പറയാം. ഇപ്പം പറയാം ഞങ്ങളെ കോളേജിൽ പഠിച്ച ആൾക്ക് ലണ്ടനിൽ ജോലി കിട്ടിയിട്ടുണ്ട്. പരസ്യം, മൂല്യന്മാരെ പരസ്യം. ഈ പരസ്യം ഈ ആഴ്ച മലബാർ ഇറങ്ങിയിട്ടുണ്ട്. എന്തേ ഇല്ലേ? ഈ ആഴ്ച മലബാറിൽ ഈ പരസ്യം. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്നവർക്ക് ദൂര ചന്തിയാക്കാത്തവരെ നാട്ടിൽ ജോലി കിട്ടും. അവിടെ ഏതാണ് ചന്തിയാക്കാൻ വല്ലാതെ വെള്ളം കിട്ടിക്കൊള്ളുന്നില്ല. ഇതല്ലേ ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ മാത്രമാണ് എന്ത്? ഞങ്ങളെ ദർസിലാണ് തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ പഠിച്ചിരുന്നത്. ഓക്കെ, അതിപ്പോ ഇന്നൊരു പറയാനും പറ്റൂല, അപ്പൊ ഒരു പിരാന്തനാണ്. തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സുന്നിയാക്കന്നെ ഒരു പിരാന്തനാണ്. അതിൽ ജിന്നുള്ള മൂല്യരായിരുന്നു മൂല്യന്മാർ പറയണേ കിട്ടുന്നത്. അതിൽ ജിന്നുള്ള മൂല്യരായിരുന്നു. നമുക്ക് ഒരാളങ്ങോട്ട് വ്യാഖ്യാനിച്ച് കിട്ടാതെ പിന്നെ വേഗം തട്ടുക, ഇവിടേക്ക് ജിന്നു മക്കൾ തട്ടുക. പിന്നെ എന്തോ പറയാലോ, ഓൻ ജിന്ന, ഓൻ്റെ ഒരു ജിന്ന. എന്താ അത് നിങ്ങൾ പറയാത്ത? ഓനെന്തോ ജിന്നാണ്. അപ്പോൾ തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരെ പറ്റി എന്താ പറഞ്ഞാൽ ജിന്നുള്ള മൂല്യം പറയാം. അപ്പം അത് തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ പഠിച്ചു, ശംസുലമ പഠിച്ചു. അതിലാണ് കണ്യാൽ അബ്ദുല്ലാജി, അള്ളാഹു തആല റഹ്മത്തുള്ളാഹി അലൈഹിം, അള്ളാഹു അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. അതൊരു ഉദാഹരണം. കണ്യാൽ അബ്ദുല്ലാജി അവിടെയാണ് പഠിച്ചത്. പാടത്തുകാലി സാലി മൗല ഞങ്ങളുടെ ദർസിലാണ് പഠിച്ചത്. വെളിയങ്കോട് ഉമർ വാദി വരെ ഓതിയ ദർസാണിത്. ഇതൊക്കെയാണ് പഴയ കാലത്ത് ഒരു അഭിമാനം പറയുക. അതുകൊണ്ട് നിങ്ങളെ കുട്ടികളെ ചേർത്താൽ ഇവിടെ പരമാവധി ഔലിയാക്കളാക്കുക, അങ്ങനെയാണ് പറയുക. ഇപ്പം അങ്ങനെയല്ല. എന്ത് ഇപ്പം എങ്ങനെ പറയാ? ആ കോളേജിൽ പഠിച്ചുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞത്. ഓ അല്ലാത്ത അങ്ങനെ പറയാം, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞത്. ഓ വലിയ കാര്യം തന്നെ.
എന്താ പറയുക? അപ്പം നമ്മളെ ഏറ്റവും വലിയ മാറ്റമാണ് ഓൻ എന്തിന് കഴിയണം? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയണം. നമ്മൾ അഭിമാനം അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ രണ്ട് മക്കളെ മൂല്യരാക്കി, ഒരു മൂല്യർ ഇംഗ്ലീഷിൽ സംസാരിക്കും, ഒരു മൂല്യർ അറബിയിൽ സംസാരിക്കുകയാണെങ്കിൽ കുടുംബക്കാർ വന്നാലും ഇവനെ മുന്നിലേക്ക് തള്ളാനിരിക്കുമ്പോൾ അപ്പാക്ക് ഇഷ്ടം. ഓന് എന്ത് പ്രസംഗിക്കും? ഇംഗ്ലീഷ് പ്രസംഗിക്കും. മറ്റേന്ന് പറയുമ്പോൾ എല്ലാമാരുടെ ഭാഷയല്ലേ. അതന്നെ ലോകം അവിടേക്ക് എത്തുക. അഹ്ലാമിനൽ അസനി, തേനേക്കാൾ സുക്കരി, സുക്കറിനേക്കാൾ മധുരമുള്ള നാവായിരിക്കും. പക്ഷെ അവർക്ക് ചെന്നായിക്കുള്ള ഹൃദയം ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് അല്ലാഹു തആല പറയാണ്, ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു, ഇവരെ മേൽ ഞാൻ അയക്കുക തന്നെ ചെയ്യും ഫിത്നതൻ, ഒരു ഫിത്നയെ, ആ കൂട്ടത്തിലെ വലിയ സമാധാനക്കാർ പോലും ഭ്രാന്തായി പോകും. ആ ജാതി ഫിത്ന ഞാൻ അവരെ കാലത്തുണ്ടാക്കും. ഇന്നിപ്പോ നമുക്കൊക്കെ ഭ്രാന്ത് തന്നെയല്ലേ? നാട്ടിൽ നടക്കുന്നത് കേട്ടിട്ട് ഉൾക്കൊള്ളാൻ കഴിയുണ്ടോ? ഇങ്ങോട്ട് വരാം. 10 ദിവസത്തിനപ്പുറം ഞങ്ങളെ കയ്യിൽ ഭക്ഷണം ഇല്ല എന്നാണ് ഇപ്പൊ പുതിയ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ്. ആരുടെ? ദുബായിയുടെ. ഇന്നലെ നമ്മൾ കണ്ടല്ലോ. ഇനി 10 ദിവസം കഴിഞ്ഞാലോ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയോ? അവരെ മേൽ ഞാനൊരു ഫിത്ന അയക്കും. അത് ഏറ്റവും വലിയ വിവേകിയെ പോലും ഭ്രാന്തനാക്കും. ഹലീം, വിവേകി, ഏറ്റവും വലിയ വിവേകി പോലും ആ ഫിത്ന വന്നാൽ ആരാവും? ഭ്രാന്തനാവും. തിരുമതിന്റെ ഹദീസാണ്. ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു പറയുന്നു. ഇത് വന്നോല്ലേ? ഒരു വിവേകിക്ക് പോലും ഭ്രാന്തായി പോയി. എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ല. ഇനിയുള്ള കാലത്ത് ഞാൻ പറയുന്നില്ലേ, ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാൻ പത്രം വായിക്കാതിരിക്കുക, സോഷ്യൽ മീഡിയ നോക്കാതിരിക്കുക. ഞാനത് രണ്ടും ചെയ്യില്ല. അതുകൊണ്ടാണ് എന്തായിട്ട് റാഹത്തായി ജീവിക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ നോക്കൂല. ആരെങ്കിലും വന്ന് പറഞ്ഞുതരും, അപ്പോൾ നോക്കും. ഒരാളെ കൊണ്ട് നോക്കിക്കും. അപ്പോൾ അയാൾ പറഞ്ഞുതരും, ഇങ്ങനെ നോക്കിക്കളി. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇതൊക്കെ ഓരോരുത്തരെ കൊണ്ട് എടുപ്പിക്കും. ഞാൻ നോക്കില്ല, ഞാൻ പത്രം വായിക്കില്ല. കാരണം നമുക്കുള്ള റാഹത്തായി ജീവിക്കാം. ഉള്ള ദിവസം റാഹത്തായി ജീവിക്കാൻ നല്ലത് എന്താണ്? പത്രം വായിക്കാക്കുക. ഒന്നും വായിച്ചിട്ട് കാര്യമല്ല. ഇപ്പോൾ വായിച്ചിട്ട് എന്താ കാര്യം? ഇറാനിൽ ഇസ്രായേൽ ബോംബിട്ടു. അജ് കേട്ടിട്ട് എനിക്ക് കാര്യം എന്താ? അജ് അറിഞ്ഞു? അതിൽ എന്താ എനിക്ക് വിവരമുള്ളത്? എന്നറിയാൻ നല്ലത്. അല്ല, അതിന് കാര്യമുണ്ട്. അതെന്താ വിഷയം? എന്താണ് എന്നാണ് കഴിഞ്ഞു. ഈ പത്രവാർത്തകളിലോ മറ്റൊരു കാര്യമല്ല. നമുക്കതിലൊരു ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഇങ്ങനത്തെ ഏത് കാലം വന്നു കഴിഞ്ഞാൽ വിവരമുള്ളവരൊക്കെ ആട്ടും ചോല അണിഞ്ഞാൽ നടക്കും. എന്തിനു വേണ്ടി? ജനങ്ങളെ പറ്റിക്കാൻ. ലിദ്ദുന്യ, എന്ത് നേടാൻ? ദുന്യാവ് നേടാൻ വേണ്ടിയിട്ട് നടക്കുക. ഒരു കുപ്പായത്തിന് അതിന് മാത്രം ഉണ്ടെങ്കിൽ തിരക്കടില്ല. ഇപ്പോൾ ഒരു സംസുലമേ കണ്ണിയത്തൊക്കെ ആണെങ്കിൽ എനിക്കൊരു 25 കുപ്പായിട്ട് ഇറങ്ങി ചേർക്കോ. ഇത് ആരാണ്? ദുന്യാവ് കളക്ട് ചെയ്യാൻ നടക്കണം. എന്നിട്ട് ഒരു കുപ്പായം ഇട്ട് അവിടെ ഇറങ്ങുക. എന്തിനു വേണ്ടി? യഖ്തലൂന ദുനിയ ബിദ്ദീൻ. അവർ ദീനി വിറ്റിട്ട് എന്ത് നേടും? ദുന്യാവ് നേടും. അൽസിനത്തുഹും അഹ്ലാമിന സുക്കരി, പഞ്ചസാരൻ്റെ അല്ലെങ്കിൽ ശർക്കരനേക്കാളും അവരുടെ നാവിന് മധുരം ഉണ്ടാവും. പക്ഷെ കുലൂബ് ദിയാബി, അവരുടെ ഹൃദയം ആരുടെ ഹൃദയമായിരിക്കും? ചെന്നായിൻ്റെ. ഞാനൊരു ഫിത്ന അക്കാലത്ത് ഉണ്ടാക്കുക. അതായത് അത് വിവേകി പോലും ഭ്രാന്തനായി പോവും. അതായത് ഉൾക്കൊള്ളാൻ അവർക്കത് കഴിയൂല. അങ്ങനത്തെ ഫിത്ന ഇപ്പോൾ വരുന്നുണ്ടോ അല്ലേ? ഇല്ലാതെ അവർക്ക് ഞമ്മക്കത് അറിയാനാണ് എനിക്ക് പറ്റൂ, ഉണ്ടാക്കുന്ന അറിയാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ ഇറാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പം തിരക്കടില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താ പറയുക? ഉണ്ടാകുന്ന ഞാൻ എൻ്റെ കാര്യം നോക്കി അമ്മ കഴിക്കാൻ അറിയില്ല, എന്തോ ആയിക്കോട്ടെ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ തന്നെയല്ലേ പറയാം. ഇന്നിപ്പം അമ്മനോട് പോയാൽ 164 കുട്ടികളെ ഉള്ള സ്കൂളിൽ പിന്നെ ഇസ്രായേൽ ബോംബിട്ടു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പറഞ്ഞ അമ്മ ഇത് കേൾക്കും. നാളെ പറഞ്ഞ മറ്റെന്നാ പറഞ്ഞ അമ്മ എന്താ പറയുക? പഴയ വയസ്സത്തിമാരെന്താ പറയുക? ഒന്നും ഉണ്ടാകുന്ന ബോംബിട്ടു കൊന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ പണി എനിക്ക്. അപ്പോൾ ഇവിടെ സമാധാനപ്രിയയായ ഉമ്മാക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ അവസ്ഥൻ്റെ പിത്തനെ ഞാൻ അയക്കും. അതായത് സമാധാനത്തിൽ അക്കാലത്തൊരു മനുഷ്യന്മാരും ജീവിക്കൂല. തുറമുതിൻ്റെ അടിയിൽ ഇത് ഇന്ന് നമ്മൾ കണ്ണ് കണ്ടല്ലേ. പണ്ടത് പറയാം അങ്ങനെ വരുമായിരിക്കും, അങ്ങനെ ഉണ്ടാകുമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെ തന്നെ വളരെ ഇതൊക്കെ കൃത്യം അടയാളങ്ങളാണ് എന്ന് എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ 15 അടയാളങ്ങൾപ്പെട്ട ഇപ്പം അടയാളം 15 അടയാളം
എന്താ പഞ്ചടയാളപ്പെട്ട ഒരു അടയാളം ഞാൻ മുഴുവൻ വിശദീകരിക്കുന്നില്ല. കണ്ണിൻ്റെ മുന്നിൽ നിങ്ങൾ കാണുന്ന അടയാളം പറഞ്ഞുതരാം. ഒന്ന്, റുഫഅത്തിൽ അസ്വാത്ത് ഫിൽ മസാജിദി, പള്ളിയിൽ ബഹളങ്ങൾ അധികരിക്കും. ഇത് നമ്മളെ കുട്ടിക്കാലത്തില്ല. ഉണ്ടോ? ഇല്ല ഇല്ല, വർത്താനം നടക്കൂല. പള്ളിയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഹബീബാ റസൂലുള്ളാഹിന്റെ പരിസരം രണ്ടാൾ വർത്താനം പറഞ്ഞവരെ ലഇൻ കുൻതുമാ മിൻ അഹ്ലിൽ മദീന ലാ ഉജഅതുകുമാ, നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നെങ്കിൽ വേദനിപ്പിച്ചേ വിടും. നിങ്ങൾ എന്താ വിചാരിച്ച് ഒച്ച ഉണ്ടാക്കുക? അത് ആ ഒരു മാത്രം നമ്മളെ കുട്ടിക്കാലം വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യമില്ല. ഇതിന് ഒരുപാട് അർത്ഥം ഉണ്ടാവും. ഇതിന് ഞാൻ മനസ്സിലാക്കും. ഒന്ന്, പള്ളിയിലത്ത് ഇപ്പോൾ ഒരു കോലാഹലാണല്ലോ. ഈ പള്ളിയിൽ ജനപൊടിയൊന്നും ഇല്ലെങ്കിൽ തന്നെ കോലാഹലല്ലേ. പണ്ടൊരു ഇമാമ് ഒരു 10 ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്കനുസരിച്ച് അയാൾ ഒന്ന് ഓതും. ഇന്നൊരു ചെറിയ പള്ളിയാണെങ്കിലും പറയാം ബാങ്കിന് മൈക്കാം, ഓക്കെ, ഇക്കാമത്തിന് എന്തിനാ മൈക്കാം, ഇമാമത്തിന് എന്തിനാ മൈക്കാം, ഇനി 100 ആൾ ജമാഅത്തിന് എന്തിനാ മൈക്കാം? അല്ല ജമാഅത്തിന് മൈക്കെന്തിനാ? അല്ല നമ്മളെ ബാപ്പാർ ഇവിടെ പാത്യപ്പള്ളി മേലി നിറച്ചിട്ട് നിൽക്കുന്ന കാലത്ത് ഈ സബ്യസ്മി അല്ലത്താക്കി വെള്ളിയാഴ്ച ഓതിയിട്ട് നാട്ടുകാർ കേട്ടോല്ലേ? കേട്ടോ അല്ലേ? കേട്ടിട്ട് പറയേ ഇല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞു? കേട്ടിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ വീട് എവിടെ? ശരി അല്ലത്ത് ഞാൻ പറഞ്ഞ സത്യമല്ലേ? നമ്മളെ അന്ന് മൈക്കല്ലല്ലോ. എന്തിനാണിത്? ഈ റുഫിഅത്തിൽ അസ്വാത്ത് അതിൽ പെടൂലേ? വെറുതെ കൊലാലുണ്ടാക്കുക. ഇതേ പള്ളിയിൽ ഇങ്ങനെ ഇത്തരം മൈക്ക ചോദിക്കേണ്ട ആവശ്യം എന്താ? അതായത് പള്ളി നിറച്ച ആളുകളുണ്ടെങ്കിൽ പോലും പഴയ കാലത്ത് നമ്മളെ ബാപ്പമാർ ഈ പണി എടുത്ത് എന്തുകൊണ്ട് റഫൽ സൗത്ത് ആവശ്യമില്ലാതെ ഉയർത്തൽ അള്ളാന്റെ റസൂല് എതിർത്ത കാര്യമാണ്. അപ്പം അവിടെ തന്നെ നമ്മളെ നന്മ പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ സ്റ്റീരിയോ സൗണ്ടും വെച്ചിട്ട് ഈ 10 മനുഷ്യന്മാർ ജമാഅത്തിന് വരെ എന്ത് വെക്കും? പറയും ഇത് വെറുതെ റഫൽ സൗത്തല്ലേ? എന്തിന്? ഒരു 25 ആള് പള്ളിയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തറാബീന് 10 ആളോ 25 ആളോ. എന്തിന്? മൈക്കന്റെ ഒച്ച കേട്ടില്ല നമ്മക്കന്നെ റായത്തില്ല. ഒരു പായ മനുഷ്യൻ പറയും ആ ഓത്ത് ഫാത്തിയ പേക്കും. മര്യാദക്കൊരു ഫാത്തിയ അന്നത്തെ പള്ളി കഴിയൂല, മമ്മൂമിന് ഫാത്തിയ കഴിയൂല. കാരണം ആ ജാതി സ്റ്റീരിയോ സൗണ്ടിലാണ് ആര് ഓടുക? മൈക്കങ്ങോട്ട് തുറന്നിടും. ഭയങ്കര മുസീബത്ത്. ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ്. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളാ. ഇത് വന്ന കാലത്തെ നമ്മുടെ ഉലമാക്കൾ തർക്കിച്ചിട്ടുണ്ട്. ഇത് വേണ്ട. ഈ ശൈലിക്ക് പൂർണ്ണമായി എതിരായിരുന്നു മഹാനായ സഖ്റുൽ ഉസ്താദ്, അല്ലാഹു ദർജ കൊടുക്കട്ടെ. ഈ ആരാധനയ്ക്ക് ഇതെടുക്കാൻ പാടില്ല. അതിൻ്റെ ഫിഖ് എന്താണെങ്കിലും അതിൽ നന്മ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇതല്ലാത്തൊരു പരിപാടിയില്ല. 4 ആളും ഇമാമും ആണെങ്കിലും എന്തു വെക്കും? മൈക്ക്. 1-ാം സഫന്നെ 4 ആളേ ഉള്ളൂ, എന്നാലും മൈക്കച്ചില്ലെങ്കിൽ ഓർക്ക് റായത്ത് കിട്ടൂല വന്നവർക്ക്. അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പിന്നെ ഇപ്പം അതിൻ്റെ പുറത്താണ് ഇപ്പം എന്ത് ശബ്ദക്കൊല. അതായത് ഏകദേശം പള്ളികളൊക്കെ ഇപ്പൊ ഇലക്ഷനായി. എത്രയോ പള്ളികൾ ഇലക്ഷനാണ്. അതിന് സാർവത്രികവും ഇലക്ഷൻ പള്ളികൾ നിങ്ങളറിയില്ലേ? എത്ര പള്ളിയിലെ ഇലക്ഷനിൽ പള്ളികളുണ്ട്. അത് ഭരണസമിതിയിലെ ഇലക്ഷൻ. എന്ത് ഭരണസമിതി പള്ളിയൊക്കെ അതിൻ്റെ കണക്കെഴുതി വെച്ച് പോകണമെന്നല്ലാതെ അതിന് 4 കാരണന്മാരാണ്. പണ്ട് കമ്മിറ്റി ഇല്ല, 3-4 കാരണന്മാർ ഭരിക്കും. ഒരാൾ പൈസ കൊണ്ടുവെക്കും, ഒരാൾ കണക്ക് ചെയ്തു, അങ്ങനെയാണ് പോകും. കൊണ്ടുവച്ചൊക്കെ ഈ അങ്ങനെ തന്നെ ഉണ്ടോ? അതിന് മൂല്യം കമ്പളം കൊടുക്കും. അങ്ങനത്തെ ഒരു കാലം ഇവിടെ കഴിഞ്ഞുപോയി. ഇപ്പൊ ബഹളങ്ങൾ, ജനറൽ ബോഡി തല്ല്, പ്രശ്നം തന്നെ. പള്ളി ഉണ്ടാക്കിയിട്ട് എന്നോട് പോയി അടുത്ത ദിവസം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പറഞ്ഞു 2 ഉദ്ഘാടനം നടന്നു പള്ളിക്ക്. അതായത് ഒരാളെ കൊണ്ടൊരു ഉദ്ഘാടനം നടത്തിച്ചിട്ട് മറ്റേ പാർട്ടി എന്ത് പറഞ്ഞു? അത് ഒറിജിനൽ ഉദ്ഘാടനമല്ല, ഒറിജിനൽ പറഞ്ഞിട്ട് വേറെ ആളെ കൊണ്ട് മറ്റൊരു ഉദ്ഘാടനം. അപ്പോൾ ഒരു പള്ളിക്ക് 2 ഉദ്ഘാടനം, 2ഉം സോഷ്യൽ മീഡിയ കിട്ടും. എന്നിട്ട് അതിൻ്റെ അടിയിലിട്ടിരുന്ന് കഴിഞ്ഞ ആഴ്ച നടത്തിയ ഒറിജിനൽ ഉദ്ഘാടനം അല്ല, അതാണ് ഒറിജിനൽ ഉദ്ഘാടനം. ഒരു പള്ളിക്ക് 2 പള്ളി ഉദ്ഘാടനം, ഒരു പള്ളിക്ക് 2 പള്ളി ഉദ്ഘാടനം, ഒന്ന് തലയാഴ്ച ഒന്ന് പിറ്റേയാഴ്ച. അപ്പൊ ഇതൊന്നല്ല ലക്ഷ്യം എന്താണെന്നറിയോ? ഇതിൽ നമ്മക്ക് വലുതാകണം. അപ്പൊ ഇത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്ന കാലത്ത് ഇസ്ലാമിന്റെ ആകെ ഒരു പ്രോപ്പർട്ടി പള്ളിയാണ്.
അതായിരിക്കാം. അപ്പോൾ പ്രോപ്പർട്ടി എന്ന നിലക്കും ഇതിനർത്ഥം വെക്കാം. ഇന്ന് ഇസ്ലാമിൻ്റെ പ്രോപ്പർട്ടി സംഘടനകളാണ്, ഇവർക്ക് തമ്മിലുള്ള ശബ്ദകോലാലം അതിനർത്ഥം വെക്കാം. ഒന്ന് ആകെ ഇസ്ലാമിൻ്റെ ഒരു മുതലുണ്ടായിരുന്നു പള്ളിയാണ്. ഇന്ന് ഇസ്ലാമിൻ്റെ മുതൽ സംഘടനയാണ്. സംഘടന മുതലാണ് പള്ളി. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, ഒന്നും കൂടി തല വലുതാക്കണം. അതായത് ഇത് റസൂൽ പറഞ്ഞ കാലത്ത് ഇസ്ലാമിൽ സംഘടനയില്ല. ആകെ ഇസ്ലാമിൻ്റെ മുതലുള്ളത് എന്താ? പള്ളിയാണ്. ഇന്ന് ഇസ്ലാമിൻ്റെ മുതലല്ല പള്ളി, ഇസ്ലാമിൻ്റെ മുതൽ സംഘടനയാണ്. സംഘടനൻ്റെ മുതലാണ് എന്ത്? പള്ളി. അപ്പൊ അവർ തമ്മിലുള്ള റഫഉൽ അസ്വാത്ത്. ഇന്നൊരു കൂട്ടർ ഇങ്ങനെ പറയും, നാളെ അതിന് മറുപടി പറയും. അവൻ ഖിയാമത്താണ്. ഇവർ തമ്മിൽ പ്രശ്നം തീരൂല. ഒരു കൂട്ടർക്ക് പിന്നെ ഒരു പരിപാടി നടത്തും, അതേ പരിപാടി മറ്റേ കൂട്ടർ പുറത്തെടുത്തു. ഒറ്റൊന്നു തന്നെ അതിൻ്റെ പേര് കൊലാലുണ്ടാക്കുക. അത് പറഞ്ഞാൽ ഒരു ഞങ്ങൾ തീരുന്ന് വിട്ടു. ഒരു വെട്ടി ഞങ്ങൾ ബജാറാണ്, ഒരു വെട്ടിയാലായിരിക്കും നിങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കുക. ഓലെ കടലാസിന് വിട്ടി ഞങ്ങൾ പേടിക്കണ്ട. അപ്പോൾ അള്ളാഹ് നിങ്ങളെ സ്വീകരിക്കും, അല്ലെങ്കിൽ ഓലെ സ്വീകരിക്കുള്ളൂ, അള്ളാഹ് സ്വീകരിക്കില്ല. ഇതൊക്കെ അർത്ഥമാകാം. ഇതൊക്കെ ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അത് പറയാൻ ആരും തയ്യാറുമില്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞു കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചാളി എന്ന് പറയാൻ. ഇപ്പോൾ ഖിയാമത്ത് നാൾ യൂറോപ്യൻസിൻ്റെ കണ്ണിലുണ്ട്. അവരതിനു വേണ്ടി ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാൻ ലാസ്റ്റ് ഡേ ബങ്കറുകൾ ലോകത്തിൻ്റെ ഇഷ്ടം പോലെ രാജ്യങ്ങളുണ്ട്. യൂറോപ്പിൽ ഇഷ്ടമുണ്ട്, അമേരിക്കയുണ്ട് ലാസ്റ്റ് ഡേ ബങ്കറുകൾ. അതായത് ലോകാവസാനം വരികയാണെങ്കിൽ ബങ്കർക്ക് ഇറങ്ങി കുത്തിരിക്കുക. ഇഷ്ടം പോലെ ഉണ്ട് ലാസ്റ്റ് ഡേ ബങ്കറുകൾ. ഇപ്പം തന്നെ അവിടെ പോയി ഒന്ന് പരിശീലനം നടത്തുന്നുണ്ട്. മാസത്തിൽ 1-2 ദിവസം അടിയൊക്കെ ഇറങ്ങിയാണ്ട്. എന്തുകൊണ്ട്? ലോകാവസാനം വരികയാണെങ്കിൽ ഇറങ്ങി കുത്തിരി ലാസ്റ്റ് ഡേ ബങ്കറുകൾ അമേരിക്കയിലുണ്ട്, യൂറോപ്പിൽ, ലോകത്തിന് നാനാഭാഗത്തുണ്ട് ലാസ്റ്റ് ഡേ ബങ്കർ. ഇതൊരു പിരാന്താണ് ഇപ്പം പറഞ്ഞത്. എന്നാലും ലോകാവസാനം അടുത്ത് വരും, അതിൻ്റെ അടയാളമൊക്കെ കാണുന്നൊരു ചിന്ത ആയിട്ടൊക്കെ ഉണ്ടല്ലോ. അല്ല എന്താണെങ്കിലും നമ്മൾ അടുത്ത കാലത്തൊന്നും നമുക്ക് നാള് വരൂല അങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ മഹദിമാമ അടുത്ത ദിവസം വരാൻ സാധ്യതയുണ്ട് പറഞ്ഞാൽ നിങ്ങളൊരു വയൽ പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ജനങ്ങൾക്ക് ബോധവാന്മാരാക്കാന്നൊരു കാര്യം ആ വയലുണ്ടല്ലോ, അതിനപ്പുറം ആൾ വിമർശിക്കും. അങ്ങനെ പറയാൻ പാടില്ല. ജനങ്ങളെ പേടിപ്പിക്കാൻ പാടില്ല. ജനങ്ങളെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് ഇവർ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ്. അടുത്തൊന്നും വരില്ല. നിങ്ങൾ സുരക്ഷിതരായി തിന്നോളിക്കുമ്പോൾ അതിനർത്ഥം അടുത്തൊന്നും മഹദിമാമ വരില്ല. ഞങ്ങൾ ആയിക്ക് മന്തി തിന്ന് അങ്ങനെ കൂടിക്കോളി, കുഴപ്പമൊന്നുമില്ല എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞത് വന്നു കഴിഞ്ഞു എന്നാ. എന്തിനാ അന്ന് വന്ന് അതാംറുല്ലാഹി ഫലാ തസ്തഅജിലു യഅതി അംറുല്ലാഹ് അല്ലാഹു തആലാക്ക് എന്തേ മുലാരിയാക്കാൻ അറിയില്ലേ? അള്ളാഹ് മീസാനും സഞ്ചാരം അറിയാത്ത ആളാ പറയും. മനുഷ്യന്മാരെ അല്ലാഹു തആലാക്ക് മാലി മുലാരിയും തിരിയാത്തോണ്ടാണോ യഅതി അംറുല്ലാഹ് എന്ന് പറയുന്നതിന് പകരം അതാംറുല്ലാഹ് എന്ന് പറയുന്നത് എന്തിന്? അള്ളാഹിന്റെ കൽപ്പനയാകുന്ന ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞു എന്നാണ് ആര് പറഞ്ഞത്? വരും എന്നല്ല അള്ളാഹ് പറഞ്ഞത്. എന്തിന് വന്നു? എന്തിനാണ് ഈ വന്നു എന്ന് പറയുന്നത്? എന്തിനാ? ജനങ്ങൾ അത്രയും ജാഗരൂകരാകാൻ. പിന്നെ പേടിപ്പിക്കാൻ പാടില്ലെങ്കിൽ ഏറ്റവും പേടിപ്പിച്ചത് അല്ലേ. അള്ളാഹോട് പറയും, നമ്മളിപ്പോൾ എന്തിനാ എങ്ങനെ പേടിപ്പിച്ച്? ഇപ്പോഴും 1400 കൊല്ലം കഴിഞ്ഞിട്ടും ഇതൊന്നും വന്നിട്ടില്ല. എന്തിനാ പഠിച്ചോണെന്ന് മനുഷ്യന്മാരെ പേടിപ്പിക്കുന്നത്? ഒരു 4 ദിവസമെങ്കിലും സമാധാനത്തിൽ കടന്നിറങ്ങി കൂടെ അല്ലേ നമ്മൾ അള്ളാഹോട് തിരിച്ചു വയ്ക്കുന്നത്. എങ്ങനെ അള്ളാഹു അന്തസ്സലാം മുങ്കസ്സലാം ഇതൊക്കെ സലാം സലാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പേടിപ്പിക്കും ചെയ്യുക. അതിൻ്റെ പരിപാടിയാണ് പഠിച്ചോനെ. അത് എനിക്ക് മാലി മുലാരി അറിയില്ലേ? ഇത് മീസാനും സഞ്ചാനും ഖത്തർ നദി എന്ന് ഓതിച്ചില്ലേ പഠിച്ചോനെ? എടാ വിഡ്ഢിയായ തലയെ കെട്ടിയ മൂല്യരെ, ഇതിൻ്റെ അർത്ഥം പറഞ്ഞ വിഡ്ഢിയെ, പമ്പര വിഡ്ഢിയെ. എടാ വിഡ്ഢിയായ തലയെ കെട്ടിയ മൂല്യരെ ചിന്തിക്കുക. എടാ തലയെ കെട്ടിയോണ്ട് ഒരാൾ മഹാനാകുകയാണെങ്കിൽ ഭരണിയായിരിക്കും ലോകം കണ്ട മഹാൻ. കാരണം എൻ്റെ കുട്ടിക്കാലത്തുള്ള ഭരണി മുഴുവനും കെട്ടിവെക്കും. പഞ്ചസാര ഭരണി ഉറുമ്പടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയോ. തലയെ കെട്ടിയോ മഹാനാണെങ്കിൽ ഭരണി വലിയുള്ളാഹി ഭരണി എന്ന് പറയണം. തലയെ കെട്ട് മോശാന്നല്ലേ പറഞ്ഞർത്ഥം. എൻ്റെ തലയെ കെട്ടുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുക. അതേസമയത്ത് യാഥാർത്ഥ്യ ബോധം നിനക്ക് ഇല്ല. എന്തിനാണ് അവിടെ വിഡ്ഢിയായ മൂല്യരെ അത്താമൃത എന്നുള്ള പറഞ്ഞ്? എന്തേ അള്ളാഹ് എത്തി അമൃത എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പറയും. ഈ അന്ന് പറഞ്ഞത് എന്താ? അത്താമൃത ഖിയാമത്ത് നാളിന്റെ കൽപ്പന വന്ന് കഴിഞ്ഞു. ഇത് പറഞ്ഞിട്ട് 1500 കൊല്ലം. എന്തിന്? ജനം ജാഗരൂകരായി നിൽക്കണം. ഈ ബോധം ഏത് സദാസമയം നിന്റെ കൽബിൽ ഏത് ബോധം ഉണ്ടാവണം? ഊതും കേട്ടോ, ഊത്ത് എന്ന് നിന്റെ ചിന്തയിൽ വന്നാലേ ജാരാകൊള്ളൂ, പറയ സ്വാലിഹായി നരക്കൊള്ളൂ.
അങ്ങനെയാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മയും വാപ്പയും നമ്മളെ വളർത്തുന്ന കാലത്ത് എൻ്റെ വാപ്പ പിന്നെ എൻ്റെയും ചില സമയത്ത് കോയമ്പത്തൂർ അവിടെ ഇവിടെയൊക്കെ പോകും, പല കാരണങ്ങൾക്ക് വേണ്ടി പോകും. അപ്പോൾ അന്നാണ് നമ്മൾ ഏറ്റവും കളിക്കുക. എന്തുകൊണ്ട് ബാപ്പ കോയമ്പത്തൂർക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും എന്താണെങ്കിലും പകൽ വരില്ല. അപ്പോൾ അന്ന് പന്തളിക്കാൻ നടക്കും കുട്ടികളൊപ്പം. ബാപ്പ ഉണ്ടെങ്കിൽ ആദ്യം നടക്കില്ല, ഒരു അസൻ്റെ ശേഷം 1 മണിക്കൂറൊക്കെ കളിക്കുന്നതിന് പരിപാടിയല്ല. പന്തും കൊണ്ട് ഉച്ചക്ക് തന്നെ ഇറങ്ങാനൊന്നും ആരുണ്ടെങ്കിൽ നടക്കില്ല. അപ്പം ബാപ്പ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉമ്മാനോട് ചെയ്യുമ്പോൾ എവിടേക്ക് ബാപ്പ പോയത്, ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ അടുത്ത ഇവിടെ പോയതാ, എന്തോ യോഗത്തിന് പോയത്, അപ്പം വരും. ബാപ്പ കോയമ്പത്തൂർക്ക് പോയാൽ ഉമ്മ അങ്ങനെ തന്നെ വരുള്ളൂ. എന്തുകൊണ്ട്? കാരണം ബാപ്പ ഇപ്പൊന്നും വരൂല എന്ന ചിന്തയാണ് നമ്മളെ ഈ തീട്ട പിള്ളേരുടെ കൂടെ നമ്മൾ നടക്കാൻ കാരണം. ഇപ്പൊന്നും ബാപ്പ വരും. എൻ്റെ അമ്മ പൊരേന്ന് പുറത്തിറങ്ങാത്ത അമ്മയായിരുന്നു, അതുകൊണ്ട് ഏട്ടന്മാരും ഇല്ല. പിന്നെ ഇപ്പം ആകെ പേടിക്കേണ്ടത് ആരെയാണ്? ബാപ്പാന്. അപ്പോൾ ബാപ്പ വരൂല പറഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയില്ല. അന്ന് ഏതായാലും രാത്രിയാകാതെ ബാപ്പ വരൂല, അപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അടുത്തൊന്നും വരൂല എന്ന ചിന്തയാണ് നമ്മളെ ആരാക്കുക? സുഖിയനാക്കുക. ഇവിടെ എന്തിനാണ് അള്ളാഹുക്ക് മാളി മുള്ളാരി അറിയില്ലേ മോലിയരെ? എന്തിനേ അള്ളാഹ് അങ്ങനെ പറഞ്ഞു? നിന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കണം. അപ്പൊ അതാമുള്ള എന്ന വാക്കനുസരിച്ച് ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ടേ? നിന്റെ മനസ്സിൽ ആ ചിന്ത നിനക്ക് ഉണ്ടാകണം. ഇനി ഇവിടെ സുഖിക്കാൻ നേരല്ല. കൽപ്പന വന്ന് കഴിഞ്ഞു, വരും. അപ്പൊ കോയമ്പത്തൂർക്കാണ് പോയതിനെങ്ങാനും ഉമ്മാന്റെ തൊള്ളയിൽ നിന്ന് ചാടി കിട്ടിയാൽ അന്നുള്ള കുതിരവിടലിന് കഴിയും കണക്കുണ്ടാവില്ല. ഈ സ്കൂളിലെ പൂട്ടിയ മാസമുണ്ട്, ഏപ്രിൽ മെയ്. ആ മാസത്താണ് എല്ലാ കളിയും നടക്കുക. അപ്പോൾ വാപ്പുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. കൃത്യമായി രാവിലെ പള്ളിയൊക്കെ പോകണം, ദർസിൽ ഓതണം, അതിനൊക്കെ കൃത്യം ഉണ്ടാവും. വാപ്പല്ലെങ്കിൽ വിഷയമില്ല. അപ്പോൾ ബാപ്പ ഇമ്മയും തമ്മിൽ ഒക്കും. ഞാൻ കോയമ്പത്തൂർ വർത്തമാനം മോനോട് പറയണ്ട. അപ്പോൾ ഞാൻ ഇവിടെ എവിടെയോ പോയിന്ന്. പിന്നെ ബാപ്പ നേരം വെളുത്താൽ എൻ്റെ ബാപ്പ തുണി പേക്ക മാറ്റി കണ്ണടക്കെ വെച്ച് ബാപ്പ ഇറങ്ങും. അപ്പൊക്ക് പല യോഗവും കാര്യവും ലീഗും സമസ്തയൊക്കെ ഉള്ള. അപ്പം ബാപ്പ ഇതിനെ ഇറങ്ങും. അപ്പോൾ ബാപ്പ പോണതുകൊണ്ട് നമ്മൾക്ക് എന്ത് തോന്നൂല കോയമ്പത്തൂർക്ക് വന്നത്. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടണം. ഉമ്മ അത് എന്താണെങ്കിലും അത് പറയില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ പിന്നെ അന്നത്തെ ഒരു ഉപകാരത്തിനും എവിടെ ഉണ്ടാവില്ല, പെരി കിട്ടൂല. ഈ മനഃശാസ്ത്രമാണ് അതാമുള്ള. ഖിയാമത്ത് പിന്നെ വരുള്ളൂ പറഞ്ഞാൽ അതൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ പറയാം അതാമുള്ള. അതിനർത്ഥം അടുത്ത കാലത്തൊന്നും വരില്ല. മനുഷ്യനെ എന്തിനാ വിട്ടിയാക്കണം, മനുഷ്യനെ എന്തിനാ നാശാക്കണം? അപ്പം ചിന്തിക്കണം. ഇതൊക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് അത്തയാണോ എഴുത്തിയാണോ? ഇപ്പം പറഞ്ഞ് അത്ത കഴിഞ്ഞ് ഇനിയൊന്നും പറയല്ല, ഇനിയൊന്നും പറയല്ല. ഇനി ഇപ്പം പെണ്ണുങ്ങൾ ഷർത്ത് വെക്കും. ഇനി വലിയ നിർബന്ധിച്ച് പെണ്ണുങ്ങൾ ഷർത്ത് വെക്കുകയാണെങ്കിൽ എന്ത് ആറാമൊന്നും വ്യഭിചാരമൊന്നും ഇല്ലാത്ത വ്യഭിചാരമൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അതിൻ്റെ അടിയിൽ ഒരു വലിയത്തായൊരു പെണ്ണുണ്ടെങ്കിൽ ഓള് പറയും പിന്നെ ഒരു കാര്യം പറയാണ്ട് എന്ത് പ്രസവിക്കൂല. കുട്ടികളെ പിന്നെ മറ്റേ കൊലത്തെ നമുക്ക് ഉണ്ടാക്കാം, അതിന് നമുക്ക് പത്തുവ ഉണ്ടാവും. ഇനി അപ്പം നമ്മളെ നാടൻ പെണ്ണുങ്ങൾക്ക് വരെ എന്ത് ചെയ്യും പറയാം? അണ്ടവും ബീജവും എടുത്തിട്ട് അപ്പുറത്തെ പെണ്ണിനെ കൊണ്ടുപോയിട്ട് കുട്ടികളുണ്ടാക്കൽ മുട്ട വിരിയിക്കൽ നമ്മളെ നാട്ടിൽ നിന്ന് സാർവത്രികമാകും. മനസ്സിലായില്ലേ? അപ്പോൾ ആ പെണ്ണിൻ്റെ കുട്ടി ഇതൊക്കെ നമ്മളെ നാട്ടിലും ഇതിൻ്റെ 4 ഇരട്ടിയാണ് വരാൻ പോണത്. പിന്നോട്ട് വളരും, പിന്നത്തെ സർവ്വസാധാരണയാവും. അങ്ങനെയല്ലേ? മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പം ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണയാക്കാൻ ഒരു നേരം ഉണ്ടാവില്ല, ഒക്കെ പെട്ടെന്ന് സർവ്വസാധാരണയാവും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു പല അർത്ഥമുണ്ട്, അതിന് പല അർത്ഥമുണ്ട്. പല അർത്ഥമുണ്ട്. ആ പറഞ്ഞ വാക്കിനെല്ലാം പല അർത്ഥമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പലതും ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം, ഒരു പരസ്യമായ രഹസ്യം, ചിന്തിക്കുന്നവർക്ക് രഹസ്യം. ഹബീബ് റസൂൽ പറയാണ്, ഖിയാമത്ത് നാളായാൽ പലിശയുമായി ബന്ധമില്ലാത്ത ഒരാളുണ്ടാവില്ല. പലിശയുമായി ബന്ധമില്ലാത്ത ഒരാളും ലോകാവസാനം എടുത്താണ്ടാവില്ല. അപ്പം അത് എങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ പഴയ കാലത്തെ ഭാഷയിൽ അത് പിടുത്തം കിട്ടൂല, പക്ഷെ ആലോചിച്ച പിടുത്തം കിട്ടും. എന്തുകൊണ്ട്? ഹബീബ് റസൂൽ പറയാണെന്ത്, അലന്നാസി സമാനും, നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ, മനുഷ്യന്മാരുടെ മേലൊരു കാലം വരും, ലാ യബ്ഖാ അഹദുൻ, ഒരാളും ശേഷിക്കുകയില്ല, ഇല്ല അക്കല റിബ, പലിശ തിന്നാതെ. ഫഇല്ലം യൽകുൽഹു
തിന്നിട്ടില്ലെങ്കിലോ അസാബഹു മിൻ ബുഖാരിഹി, അതിന്റെ പുകയെങ്കിലും അവനിലെത്തും. അപ്പൊ പലിശയുമായി ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ ഇനി ലോകാവസാനം ഉണ്ടാവില്ല. റസൂൽ പറയാം. ഇതെന്താ 100 പേര് 100, 500, 1000 ഒക്കെ പറ്റും. തിരിച്ചുതരാം. ഇതാണ് എൻ്റെ ആജീസ്. ഇത് ബാങ്ക് ബോണ്ടാ. ഇത് 500 കറൻസി അല്ല, നാണയമല്ല. നാണയം സ്വർണ്ണം വെള്ളിയാണ്. ഇത് 500 രൂപക്ക് തുല്യമായ സ്വർണത്തിനും വെള്ളിക്കും സമ്പത്തായി ഇയാൾ അർഹനാണ് എന്നതിന് റിസർവ് ബാങ്കിലെ ഗവർണർ ഒപ്പിട്ട ബാങ്ക് ബോണ്ട് അത്. അപ്പം ഇതെന്താ പലിശ സാധനം. ഇന്ന് സ്വർണം വെള്ളി എന്ന നാണയം ലോകത്തെവിടെയും ഇല്ല. ഇപ്പം എവിടെ ലോകത്തെ അഹദും ഒരാളും. അപ്പം ഇനിയിപ്പോൾ ഒരു ഔലിയപ്പാപ്പ പൈസ വാങ്ങൂല നിൽക്കുക. പക്ഷെ ഔലിയപ്പാപ്പ മൂപ്പർ പൈസ വാങ്ങൂല, പക്ഷെ മൂപ്പർ ചോറുന്നില്ലേ. അവൻ ഔല്യാണ്, അവൻ എന്താവില്ല. മൂപ്പർ പൈസ ഒന്നും വാങ്ങൂല, മൂപ്പർ ഔല്യ ആയിക്കോട്ടെ. പക്ഷെ മൂപ്പർ എന്ത് തിന്നും? പറയുടെ ചങ്ങായി ചോറുന്നു. നമ്മൾ ചോറും വേണ്ട, മൂപ്പർ ഇടക്കിടക്ക് ഒരു ചായ കുടിക്കും. അപ്പോഴും ആ ചായ എന്ത് കൊടുത്ത് വാങ്ങിയതാ? ഈ ബാങ്ക് ബോണ്ട് കൊടുത്ത് വാങ്ങിയതാ. അല്ല, മൂപ്പർക്ക് ചായ കുടിക്കൂല, കുപ്പിവെള്ളത്തിന് ലേശം കൊടുക്കണം. അപ്പോഴും എന്ത് വേണം? ഇതൊക്കെ നമ്മൾ കണ്ടടയാണ്. ചിന്തിച്ചേരിച്ച് ഇതെന്തിൻ്റെ അടയാണ്? ഒരു ഇന്ന് കറൻസി കൊടുക്കാതെ ലോകത്തൊരു സാധനമില്ലല്ലോ. ഇതൊരു ചതിയല്ലേ, ഇത് പഞ്ചതിയല്ലേ. ഇപ്പൊ ഒരു കാലത്ത് ഒരു നാണയം പിൻവലിക്കുക എന്നുള്ളത് നടക്കൂല. ഇപ്പൊ ഒരു നാട്ടിൽ നിന്നൊരു നാണയം ഉള്ള ഒരാൾ വേറെ രാജ്യത്തെത്തിപ്പെട്ടാൽ ആ നാട്ടിൽ വേറെ രാജാവിൻ്റെ തലയുള്ള നാണയമാണെങ്കിലും ഇയാൾക്കത് എവിടെ കൊടുത്താൽ മതി? അതൊരു തട്ടാൻ്റെ അടുത്ത് കൊടുത്താൽ ഒരുക്കി തൂക്കി പൈസ ഇട്ടില്ലേ? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. പഴയ കാലത്ത് മുതലും കൊണ്ട് ഒരാൾ നടക്കുക, ബാങ്ക് ബോണ്ടും കൊണ്ടല്ല. ഇപ്പം മുതലും കൊണ്ടല്ല നടക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? അതായത് പണ്ട് ഒരു രാജാവ് ഒരു സ്വർണ്ണ നാണയം പിൻവലിച്ചാൽ ഉടമക്കൊരു നഷ്ടമില്ല. എന്തുകൊണ്ട്? എവിടുന്നൊക്കെ വരുന്നത്? ഇവന് നഷ്ടമല്ല. എന്തുകൊണ്ട്? അതെവിടെ കൊടുത്താൽ മതി? തട്ടാനെടുത്ത് കൊടുത്താൽ മതി, ഉരുക്കി തൂക്കി ആ പൈസ കിട്ടൂലേ? അതായത് ആ സ്വർണ്ണ നാണയം അതിൽ അടങ്ങിയ ധനത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ സാധനം പിൻവലിക്കൽ സർക്കാർ നടക്കൂല. ഇതോ 1000 പിൻവലിച്ചു, കുടുങ്ങിയല്ലേ? 2000 പിൻവലിച്ചു, ജനങ്ങൾ കുടുങ്ങിയല്ലേ? എന്താ പിൻവലിക്കണേ? അതായത് ഇതിന് ഇന്ന് മുതൽ ഇതിന് 1000 രൂപയുടെ അല്ലെങ്കിൽ 2000 രൂപയുടെ സ്വർണത്തിന്റെ മൂല്യം സർക്കാർ പിൻവലിച്ചിരിക്കുന്നു. അതായത് ബാങ്കിന്റെ ബോണ്ട് ബാങ്ക് പിൻവലിച്ചു. അപ്പൊ പിന്നെ ഇതെന്തായി? പേപ്പറായി. ഈ ബാങ്ക് ബോണ്ട് ഒരു സങ്കല്പ കരാറാണ്, ഒരു സാങ്കല്പിക കരാറാണ്. ഇതാര് തരുന്നതാണ്? ബാങ്ക് തരുന്നതാണ്, റിസർവ് ബാങ്ക് തരുന്നതാണ്. ഇത് ബാങ്ക് ബോണ്ടാണ്. ഇതെന്തല്ല, ഇതിപ്പോൾ എത്ര അടിച്ചിറക്കാലോ. അതെ, അടിച്ചിറക്കുക അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത്. ഇപ്പം അങ്ങനെ. അതുകൊണ്ടാണ് അമേരിക്കക്ക് പൈസക്ക് ഒരു മുട്ടില്ലാതെ. അമേരിക്ക എന്ത് സാധനം നിങ്ങൾക്ക് എത്ര വേണ്ട? 100 കോടി അടിച്ച് ഒരു കൊടുത്ത്. ലോകത്തെ വൻ ചതിയാണ് അമേരിക്ക ചെയ്യുന്നതിൽ കണ്ടെത്തി ഇപ്പം നടത്തിയിട്ടുണ്ട്. ഞാൻ പിന്നീട് ഒരിക്കൽ കൂടി പറയാം. അമേരിക്കയുടെ പുതിയ കണ്ടെത്തൽ, അമേരിക്കയെ പറ്റിയുള്ള സാമ്പത്തിക വിദഗ്ധർ കണ്ടെത്തിയത്, അമേരിക്കയുടെ കയ്യിൽ ഈ മൂല്യങ്ങളില്ലെങ്കിലും അമേരിക്ക എന്ത് ചെയ്യാണ്? ഡോളർ അടിച്ച് പുറം നാട്ടിൽ കൊടുക്കണം. ഏത് സമയം അമേരിക്ക അത് പിൻവലിക്കാം, സെക്യൂരിറ്റി ഇല്ലാതെ. അപ്പൊ ഒരു കാര്യം ഉറപ്പ്, ഇതെന്തല്ല, ഇതെന്തിനെങ്ങനെ പറ്റുക? ഇതിൽ സങ്കല്പമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇതെന്താണ്? 500 രൂപയ്ക്ക് സമാനമായ സ്വർണത്തിനും വെള്ളിക്കും മൂല്യമുള്ള ധനാഢ്യനാണ് ഇയാൾ എന്നതിൻ്റെ ബോണ്ട് സർക്കാർ അംഗീകരിച്ച ബോണ്ടാണ്. എന്ത്? ഈ 100, ഈ 500, ഇതിൻ്റെ ഈ ബോണ്ട് സർക്കാർ പിൻവലിക്കുന്നതോടുകൂടെ ഇത് എന്തായി മാറും? പേപ്പറാവും. പഴയ കാലത്ത് 500 മഞ്ഞ 500 ഇല്ലേ? മഞ്ഞ 500 രൂപ പേപ്പറാണല്ലോ. 2000 പേപ്പറല്ലേ? 1000 പേപ്പറല്ലേ? അത് പിന്നെ ഇതുണ്ടാക്കാൻ കൊണ്ടേ മറ്റെന്താ പറയാ, പ്ലൈവുഡ്. പ്ലൈവുഡ് ഫൈമലായിരിക്കും നമ്മൾ കടത്തുറക്കുന്നത്.
നമ്മൾ കടന്നുറങ്ങിയ സാധനം ഒരു കാലത്ത് കോടാനക്കോടി അതിൻ്റെ മേലെയാണ് ഇപ്പം നമ്മൾ കിടക്കണം. നമ്മൾ കൊണ്ടുവരും പ്ലൈവുഡ് എന്തുമെന്ന് ഉണ്ടാക്കിയതായിരിക്കും. രണ്ടായിരത്തി നോട്ട് അതൊക്കെ ഒരു കാലത്ത് കോടാനക്കോടിയാണ്. ഇപ്പം അതെന്താണ്? പ്ലൈവുഡ്. അപ്പം അർത്ഥം ഒന്ന് വെച്ച് നോക്കി. ലയത്തിയനാസിസമാൻ ജനങ്ങൾക്കൊരു കാലം വരുന്നുണ്ട്. എന്താ അഹദൂൻ മൂല്യരോ തങ്ങളോ ഔലിയോ കുത്തുബോ ശൈഖോ കൗത്തോ ഔലിയമ്മൽ ഔലിയോ ഒരാളും ശേഷിക്കുകയില്ല ഇലാക്കല റിബ പലിശ തിന്നിട്ടല്ലാതെ. അപ്പം വലിയ മൂല്യരാണ് ഔലിയാണെങ്കിൽ മൂപ്പര് എന്ത് വാങ്ങൂല? തീറ്റ നിർത്തേണ്ടി വരും. അരി വാങ്ങണമെങ്കിൽ ഇത് കൊടുക്കണം. മൂപ്പര് പെരിയിൽ കൊല്ലത്തിലൊരു ചോറ ഉണ്ടാക്കുള്ളൂ. എന്നാലും എന്ത് കൊടുക്കണം? പറയാ മൂപ്പര് ഔലിയായതുകൊണ്ട് മൂപ്പര് കൊല്ലത്തിലൊരു തീറ്റയുള്ളൂ. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നു അവർ. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു തീറ്റയൊക്കെ തിന്നണം. മൊയ്തീൻഷാക്കായ ഒരാൾ കാലത്ത് വരികയാണെങ്കിലും അന്നത്തെ ചോറിന് വേറെ ഒന്നിനൊരു ചോറ മൂപ്പര് തിന്നുള്ളൂ. ആയിക്കോട്ടെ, മൂപ്പര് ഇക്കാലത്തെ മൊയ്തീൻ ഷെയ്ഖാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ മൂപ്പര് ഇക്കാലത്തെ മൊയ്തീൻ ഷെയ്ഖാണ്. മൂപ്പര് എന്തുണ്ടാവില്ല? മൂപ്പര് എന്നും തിന്നൂല. മൂപ്പര് ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടക്കുന്ന ആളാണ്. അപ്പൊ കൊല്ലത്തിൽ മുഹറത്തിന്റെ അന്ന് ഉച്ചക്ക് ചോറുന്നും പിന്നെ ഞാൻ അടുത്ത മുഹറത്തിൽ തിന്നുള്ളെങ്കിൽ ആ ചോറിനും എന്ത് വേണം? ഈ ബാങ്ക് ബോണ്ട് കൊടുത്ത് വാങ്ങണം. അപ്പൊ ആക്കല റിബ തിന്നാണെങ്കിൽ എന്തേ തിന്നുള്ളൂ? പലിശ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി? ഇതല്ലാതെ എന്താടാ? ഇതല്ല എന്താണ്? ഇത്ര സ്വാധീനമുള്ള സാധനം പറയില്ല. എന്തിനെന്ത് കൊടുക്കണം? നമ്മളിപ്പോൾ ഇത് ഹലാലാക്കണം. ഈ പരമാവധി ഇപ്പം എവിടെ എത്ര ഹലാലാക്കുക? ഹലാലെന്നെ. ഞാൻ ഇത് അറമെന്ന് അറിയില്ല കേട്ടോ, നബി പറഞ്ഞിട്ടാണ്. അപ്പൊ ഹലാലായി തിന്നാണെങ്കിൽ എന്ത് തിന്നേണ്ടി വരും? ഹലാലായി തിന്നാണെങ്കിലും പലിശീമ തൊട്ട് തിന്നേണ്ടി വരും. ഇത് വൈകുന്നേരം വരെ എൻ്റെ പേരിൽ ഞാൻ പണിയെടുത്തു. 1000 ഉറുപ്പ്യല്ലേ തരിക? ഇത് നല്ല ഈമാൻദാരിയാണെങ്കിൽ എത്ര തരും? എൻ്റെ പേരിൽ ഞാൻ വൈകുന്നേരം വരെ പണിയെടുത്താൽ ഇത് എന്താ എനിക്ക് തരിക? 2,500 നോട്ടല്ലേ? ഇതെന്താ? ഇത് മുതലല്ലല്ലോ, പിന്നെ ഇതെന്താ? ഇത് ബാങ്ക് ബോണ്ടല്ലേ? അത് പറഞ്ഞ മനസ്സിലായോ? എൻ്റെ വല്യാപ്പാന്റെ കാലത്ത് സ്വർണവും വെള്ളിയും കൊടുത്ത് വാങ്ങിയ ഭൂമി, അതിൻ്റെ തലമുറകളായി പാർക്കുന്ന ആ ഭൂമിയിൽ ഇപ്പം ഒരു 10 സെന്റ് വിൽക്കുകയാണെങ്കിൽ അന്ന് അത് സ്വർണം വെള്ളിക്ക് വാങ്ങിയതാ. ഇപ്പം ഇത് എനിക്ക് വിറ്റാൽ എന്താ കിട്ടുക? ബാങ്ക് ബോണ്ട്. അപ്പോൾ അർത്ഥമാക്കി. അപ്പൊ ഇതൊക്കെ കണ്ടാൽ തന്നെ ഉറപ്പിക്കുക എഴുത്തിയല്ല എന്തെന്നെ അതാ വന്നു കഴിഞ്ഞു. എന്നിട്ടാ ചിന്തിക്കാത്ത? ചിന്തിക്കും മനുഷ്യന്മാരെ എന്തെങ്കിലും ചിന്തിക്കാത്ത? ഹബീബായ നബി പറയാ എന്താർത്ഥം? വരിക തന്നെ ചെയ്യും അലന്നാസി ജനങ്ങളുടെ മേൽ സമാനുൻ ഒരു കാലം ഭൂലോകത്തിന്റെ മുകളിൽ ഒരാൾ പോലും ശേഷിക്കുകയില്ല. പലിശ നീ തിന്നിട്ടില്ലെങ്കിലോ ഈമാൻദാരിയായിട്ടൊക്കെ ജീവിക്കണം. എന്നാൽ അസാബഹു മിൻ ബുഖാരിഹി ആ പലിശയിൽ ഉണ്ടാക്കിയെടുത്ത പുകയെങ്കിലും അവനിൽ എത്തേണ്ടി വരും. ആ പലിശയിൽ ഉണ്ടാക്കിയ പുകയാണ് എന്ത്? ഇതൊരു പുകയാണല്ലോ. ഇതൊരു പുകയല്ലേ? ഇതൊരു സാധനമാണ്. ഇതെന്താ പുക? ഇതൊരു പുകയല്ലേ? പുകയല്ലാണ്ട് എന്തോണ്ട്? ഇല്ലേ. ഒരു ദിവസം പത്രത്തിൽ നോക്കിയപ്പോൾ കണ്ടു 500 നോട്ടെല്ലാം സർക്കാർ പിൻവലിച്ചു. പിന്നെ 500 എന്തായിരുന്നു? പുക. ഇതൊക്കെ പുകയല്ലാണ്ട്. ഇതിപ്പം റിയാല് പുകയല്ലേ? ഡോളർ ഭൂലോകം പുകയാണ്. സദ്ദാമിൻ്റെ മേൽ ആകണ്ടായ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? സദ്ദാം പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ ഇനി ഡോളർ കറൻസിക്ക് എണ്ണ തരൂല, എണ്ണ തരണമെങ്കിൽ സ്വർണം തരണം. അപ്പം അമേരിക്കക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനത്തെ ഒരു സ്വർണ്ണ ബോണ്ട് ആരുടെ കയ്യിലില്ല. അമേരിക്ക ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇവിടുന്ന് എണ്ണാണ് കയറ്റിവിടും. സദ്ദാം എന്താ അങ്ങനെ പറയാൻ കാരണം എന്നാൽ നിങ്ങളൊരു ദിവസം ഡോളർ പിൻവലിച്ചാൽ ഞങ്ങൾ അക്കാലം വരെ തന്നെ ഡോളറെല്ലാം ഞങ്ങൾ എണ്ണ പോയി പിന്നെ പോക്കേ. ഒരാൾ നേരിട്ട് പലിശ തിന്നിട്ടില്ലെങ്കിലും റസൂൽ പറഞ്ഞ വാക്കിലെ കൃത്യതാണിത്. ഈ സാധനം എന്താണ്? പുകയായി. ഇത് പുകയെന്ന് പറഞ്ഞാൽ കാണാണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ കാണൂല.
അതല്ലേ പുക. പുക പറഞ്ഞാൽ എന്താ? കാണാനുണ്ട്, ഒരിക്കൽ കാണും പിന്നെ കാണൂല. ഇത് പുക തന്നെയല്ലേ. സർക്കാർ നിലനിൽക്കുന്ന കാലത്തോളം കാണും, അല്ലെങ്കിലോ പുക. സർക്കാർ ഇപ്പം 500 കെട്ടിച്ച് കൊണ്ടേ വെച്ച് പേര് കൊണ്ട് സർക്കാർ പിൻവലിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ തട്ടി കളിക്കുകയാണെങ്കിൽ എനിക്ക് വിഷമമുണ്ടാവും. പിന്നെ എന്താ പറയാ, അങ്ങനെ മുറി ആകെ ആക്കലും കുട്ടികളെ. അത്രയുള്ളൂ. പിന്നെ അത് അടിക്കാട്ടിന്റെ മക്കാമിലാണ്. എന്ത് ഈ കുട്ടികളും മര്യാദയ്ക്ക് നമ്മളെ മുറി കിടക്കാൻ തമ്മേക്കൂല. എന്ത് അങ്ങനെ ആ പഴയ 500 കൂട്ടുകൊണ്ട് ഒരു കളിച്ച് എന്നാൽ അവർക്ക് ആ തൊട് പോയി കളിച്ചോട്. എന്തുകൊണ്ട്? സർക്കാർ അതിൻ്റെ ബോണ്ട് പിൻവലിച്ചു. അമല്ലം യൗകുലുഹു നാലഹു മിൻ ബുഖാരി എന്ന് പുണ്യ റസൂൽ. യാ സുബ്ഹാനല്ലാഹ്. ഒക്കെയായിട്ട് നമുക്ക് അന്തം വരില്ല. നാൻ്റെ പുക കൊണ്ടേക്കും നീട്ടിട്ട് പറയുന്ന കാര്യമില്ല. നീ കുറച്ചും കൂടി പറഞ്ഞ കാര്യമില്ല. ഇതൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഈ കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട സൂറത്തുകളാണ് ഫാത്തിഹയും അൽ കഹ്ഫും ഒക്കെ. ഫാത്തിഹ തിയറിയാണെങ്കിൽ പ്രാക്ടിക്കലാണ് എന്ത് അൽ കഹ്ഫ്. നാളെ എൻ്റെ വേറെ വ്യാഖ്യാനം പറയും ഇൻഷാ അല്ലാഹ്. നാളെ അള്ളാഹ് ക്ലാസ്സാണ്, ശനിയാഴ്ച ഇന്ന് വേറെ വ്യാഖ്യാനം പറയും ഇൻഷാ അല്ലാഹ്. കുറച്ച് മുഖദ്ദിമകളോട് കഴിഞ്ഞിട്ട് സൂറത്തിലേക്കാകും. സൂറത്ത് അല്ല, അതിൻ്റെ മുഖദ്ദിമകൾ ഞങ്ങൾ പഠിക്കണ്ടേ. സൂറത്ത് പഠിക്കാനില്ല എന്നല്ല, സൂറത്ത് റമദാനിൽ തീർന്നോളന്നൊന്നുമില്ല. പക്ഷേ ആഴമുള്ള വ്യാഖ്യാനങ്ങളാണിതെല്ലാം. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇതിനപ്പുറത്തേക്ക് പറയാൻ പോകുന്നുണ്ട് ചില വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് യഥാർത്ഥത്തിലേക്ക് മടങ്ങാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. റബ്ബി ഗ്ഫിർ ലി. എല്ലാവരും കുറച്ച് പോക തരണം കേട്ടോ, അല്ലെങ്കിൽ ദാറുൽ ഖുർആനും ഒരു പുകയായിട്ടാണ് നടന്നു പോണേ. ദാറുൽ ഖുർആൻ ഒരു പുക തന്നെയാണ്. ആ പുക ഉണ്ടായതുകൊണ്ടാണ് ഈ പുക ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പുക ദാറുൽ ഖുർആനിൽ തരണം. സാധനം പുകയാണ്, പക്ഷേ തരണം, എല്ലാവരും തരണം. ഇതിപ്പോ കാണാനെങ്കിലും ഉണ്ട്. ഇപ്പൊ പുതിയ പൈസ കാണാനില്ല. കഴിഞ്ഞു 10 ലക്ഷമൊക്കെ കാണുന്നില്ല. പൈസ നീ കാണില്ല, കാണുന്നില്ലല്ലോ. നീ എല്ലാം ഒരൊച്ച ഉണ്ടാക്കി പൈസ പോയി. ഇങ്ങോട്ട് കിട്ടില്ല ഒരു വച്ച ഉണ്ടാക്കി, അങ്ങോട്ട് പോയിട്ട് വേറെ വച്ച ഉണ്ടാക്കി. മറ്റേത് എണ്ണാനെ നേരം ഉണ്ടായിന്. എണ്ണ അവനെ നയിച്ചതിന് സുഖമാണ്. ഇങ്ങനെ എണ്ണ ഉച്ച മാത്രം അതിൽ പോകയാണ്. പണ്ടത്തെ പോക ഒരു രസമുള്ള പോകയാണ്, ഇപ്പൊ തീരെ രസമില്ലാത്ത പോകയാണ്. എല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين وأعلي كلمتك إلى يوم الدين. اللهم شتت شملهم وفرق جمعهم وفل حدهم وأقلل عددهم واجعل الدائرة عليهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين واجعلنا من ورثة جنة النعيم. സൗദിയിലാണ് കുടുംബത്തിലെ മാനസിക പ്രയാസം മാറാൻ എല്ലാം മാറ്റി കൊടുക്കണമേ റബ്ബേ. ഒരു വയസ്സായ മോളുടെ വാശിയും കരച്ചിൽ മാറാൻ നീ തൗഫീഖ് നൽകണമേ റബ്ബേ. കുമ്മോനാജി പ്രത്യേകം ദുആ ചെയ്യാൻ 50,000 രൂപ ദാറുൽ ഖുർആനിലേക്ക് തന്നു. എല്ലാം റാഹത്താക്കി വലിയ ഖൈറിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കൾക്കും ഭാര്യക്കും അല്ലാഹു തുറന്നു കൊടുക്കണമേ റബ്ബേ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഓൺലൈനും മറ്റൊക്കെ സംഭാവന തന്നവരുണ്ട്. അവർക്കെല്ലാം റബ്ബേ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത് അവരുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് അവർക്ക് ഖൈറിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത് ഇസ്സത്തിലും റഹ്മത്തിലും അവരെയും ഞങ്ങളെയും ആക്കി തരണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وعلى أصحابه